ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പട്ടികയിൽ വീഴ്ചയെന്ന് പരാതി. വിഷയത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. മേപ്പാടി പഞ്ചായത്തിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരുന്നു. അർജുൻ, പറയൂ. ഇത്തരത്തിലൊരു ലിസ്റ്റ് പുറത്തുവിട്ടത് സർക്കാർ പുറത്തുവിട്ടത്. പക്ഷേ ഇതിൽ 388 കുടുംബങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് നിൽക്കെ ഇതിൽ ഒന്നിലധികം പേർ തന്നെ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഒരു സവിശേഷത. അതായത് ഒരാളുടെ പേര് തന്നെ 2-3 പ്രാവശ്യം ഈ കരട് ലിസ്റ്റിൽ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതായത് കൃത്യമായി പരിശോധിക്കാതെയാണ് ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇത്തരത്തിൽ ടൗൺഷിപ്പ് അടക്കം നിർമ്മിക്കുവാനുള്ള സ്ഥലം പോലും ഏറ്റെടുക്കുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ്, ആരൊക്കെയാണ് ഈ ലിസ്റ്റ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ഒരു കരട് ലിസ്റ്റ് വരുന്നത്. ഇതിനുള്ള എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ഇന്ന് മുതൽ 15 ദിവസത്തിനകം അപേക്ഷിക്കണം അല്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളതാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒന്നിലധികം തവണ ഒരാൾ തന്നെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്? അതായത് ഒരാൾക്ക് തന്നെ 2-3 തവണ സ്ഥലവും വീടും എന്നുള്ള തരത്തിലേക്ക് ഈ ലിസ്റ്റിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏത് തരത്തിലാണ് വരുന്നത്? കൃത്യമായി തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചതാണ്. കൃത്യമായി തന്നെ പഞ്ചായത്തിനടക്കം ഈ വിവരങ്ങൾ നൽകിയതാണ്, സർക്കാരിന് വിവരം നൽകിയതാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു ക്രോസ് ചെക്കിങ്ങും കൂടാതെയാണ് ഈ കരട് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് കാണേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു ലിസ്റ്റ് വേണമെങ്കിൽ 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ ആ സർക്കാരിന് സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ലിസ്റ്റാണ്. അതാണ് ഇത്രയും നാൾ 4 മാസമായി നീണ്ടു നിന്നിട്ടുള്ളത്. ഈ 4 മാസമായിട്ടും ഈ കരട് ലിസ്റ്റ് മാത്രമാണോ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം കൂടി ഇവർക്കുണ്ട്. മാത്രമല്ല ഇതിൽ നിരവധി പേർ ഇപ്പോഴും ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും മരണപ്പെട്ട ലിസ്റ്റുള്ള കുടുംബം അടക്കം ഈ ലിസ്റ്റ് ഉൾപ്പെടുന്നുണ്ട്. അതായത് 17 കുടുംബങ്ങളിൽ ആരും ജീവിച്ചിരിപ്പില്ല. ആരും ജീവിച്ചിരിപ്പില്ലാത്ത ആളുകൾക്കാണ് ഇത്തരത്തിൽ സ്ഥലവും വീടും പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. പഞ്ചായത്തിലേക്ക് കയറുകയും അവരുമായിട്ട് ആശയവിനിമയം നടത്തുവാനാണ് ഇവർ എത്തിയത്. പഞ്ചായത്ത് അധികൃതരുമായി ആശയവിനിമയം നടത്തുവാനാണ് ഇവർ എത്തിയതെങ്കിലും പിന്നീട് ഈ ചോദ്യങ്ങൾക്ക്, അത് ഇവരുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി നൽകുവാൻ ഈ പഞ്ചായത്തിനോ അല്ലെങ്കിൽ അധികൃതർക്കോ സാധിച്ചില്ല എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധത്തിന് ഇവർ ഉയർന്നത്. ഇപ്പോഴും ഒരു ചർച്ച അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഇനി ലിസ്റ്റിന്റെ ഒരു സാധ്യത ഉള്ളത്, അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും തങ്ങൾക്ക് അതൊരു വിശ്വസിക്കാൻ കഴിയുമോ, വിശ്വാസ്യതയുള്ള ലിസ്റ്റ് ആകുമോ ഇനി വരുന്നത് എന്നുള്ളത് കൂടി അറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ മുണ്ടക്കൈ, ചൂരൽമല ഒരു മേഖലകൾ, അതിന്റെ അടുത്ത് താമസിക്കുന്ന കുറച്ചു പേരുണ്ട്, അവരുടെ പേരടക്കം ഇതിലില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ പ്രശ്നം വരുന്നതിന് മുൻപ് തന്നെ, ഈ ഒരു പ്രകൃതിക്ഷോഭം വരുന്നതിന് മുൻപ് തന്നെ ചിലർ ഇവിടെ നിന്നും മാറി താമസിച്ചിരുന്നു. അവരെ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകളടക്കം ഈ ലിസ്റ്റിൽ ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. മാത്രമല്ല ഇത്രത്തോളം ഏറ്റവും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം പുനരധിവാസം. അതായത് നമ്മൾ കണ്ടതാണ് ആ ദുരന്തത്തിന്റെ ആഴം. ഇപ്പോഴും നടുക്കം വിട്ടുമാറിയിട്ടില്ല. നമ്മുടെ അയൽക്കാർ, നമ്മുടെ സ്വന്തം ജനങ്ങൾ, പാവപ്പെട്ടവർ, അതായത് തോട്ടം തൊഴിലാളികൾ, അവരുടെയൊക്കെ കുടുംബത്തിലെ ആരൊക്കെയോ ഉറ്റവരെല്ലാവരും നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഒരാൾ മാത്രം അവശേഷിച്ചവരുണ്ട്. അങ്ങനെ ഇനിയും വിങ്ങൽ വിട്ടുമാറിയിട്ടില്ലാത്ത ആ പാവങ്ങളോട് പോലും കൃത്യമായ ഒരു ഇടപെടൽ നടത്തി, കൃത്യമായ ഒരു പരിശോധന നടത്തി ഒരു പട്ടിക തയ്യാറാക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവരൊക്കെ എന്തിനാണ് എന്നൊരു ചോദ്യമല്ലേ ഉയരുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. നേരത്തെ തന്നെ ഇവർ ആക്ഷേപിച്ചിരുന്നത് കൃത്യമായി ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ വന്നത്. കൃത്യമായി കണക്ക് അവതരിപ്പിക്കാതെ എങ്ങനെ കേന്ദ്രം പൈസ തരും, എങ്ങനെയാണ് ഇത്തരത്തിൽ ചോദിക്കാൻ കഴിയുക, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതടക്കം കോടതി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ് കൂടി യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. സ്വാഭാവികമായിട്ടും കൃത്യമായ കണക്കുകളാണ് അവിടെയുള്ളവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ജനങ്ങളടക്കം അവിടെയുള്ള റേഷൻ കാർഡ് അടക്കം പരിശോധിച്ചതിന് ശേഷമാണ്, അതായത് റേഷൻ കാർഡുണ്ട്, അത്തരത്തിലുള്ള ID കാർഡുകളുണ്ട്, ഇവ പരിശോധിച്ചതിന് ശേഷമാണ് ഇവിടെ എത്ര പേർ താമസിച്ചിരുന്നു, എത്ര പേർക്ക് ആദായം ഉണ്ടായി എന്നതുള്ള അടക്കം നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇപ്പോഴും DNA പരിശോധന പൂർത്തിയാവാതെ നിരവധി പേർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള
അവശിഷ്ടങ്ങൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട്, അല്ലെങ്കിൽ DNA പരിശോധന കഴിയാതെ ഉള്ള മൃതശരീരങ്ങൾ ഉണ്ട് എന്നുള്ളത് അടക്കമുള്ളത് ആണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നു. അതായത് അത്തരത്തിൽ DNA പരിശോധന പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ബന്ധുക്കൾ എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുക എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ഭാഗികമായി ഇനിയും തെരച്ചിൽ ചില സ്ഥലങ്ങളിൽ ഇടയ്ക്ക് തുടങ്ങിയിരുന്നെങ്കിലും പിന്നീട് അത് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ തെരച്ചിൽ ഒരു സ്ഥലത്തും നമുക്ക് കാണുവാൻ സാധിച്ചില്ല. ഈ തെരച്ചിൽ തുടരണമെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ അറിയിച്ചതാണ്. തങ്ങളുടെ ഉറ്റവർ ഇപ്പോഴും അടിയിലുണ്ടോ എന്നുള്ളത് തങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ അടക്കം കണ്ടുപിടിക്കേണ്ടതുണ്ട്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും പിന്നീട് ഉണ്ടായില്ല, തെരച്ചിൽ നടന്നില്ല. അതിനുശേഷം ഇപ്പോഴുള്ള നേരത്തെ തന്നെ ഒരു 2 മാസം കൊണ്ട് തന്നെ പ്രസിദ്ധീകരിക്കാവുന്ന ലിസ്റ്റാണിത്. ഇപ്പോഴും 4 മാസമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരട് ലിസ്റ്റ് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യഥാർത്ഥ ലിസ്റ്റ് ഇതുവരെയും വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു കരട് ലിസ്റ്റ് ഇവർക്ക് വേണമെങ്കിൽ 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ, ഈ ദുരന്തം കഴിഞ്ഞ് 1-2 മാസങ്ങൾ കൊണ്ട് തന്നെ ഈ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം എത്ര പേർ നഷ്ടപ്പെട്ടു, എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ദുരന്തം കഴിഞ്ഞ് അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള 2 മാസം, അതിന് ആ 2 മാസത്തിനുള്ളിൽ ഇവർക്ക് കൃത്യമായി തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കുവാൻ കഴിയും. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മാത്രമല്ല, ഈ ലിസ്റ്റിൽ ഒരു മുണ്ടക്കൈ ഭാഗത്ത് തന്നെ ഒരാളുടെ പേർ 5-6 തവണ ആവർത്തിക്കുന്നു, ഈ ലിസ്റ്റിൽ ആവർത്തിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരമ്മല ഇങ്ങനെയുള്ള വിവിധ കേന്ദ്രങ്ങളിലടക്കം ഇവരുടെ പേരുകൾ, ഒരാളുടെ പേര് തന്നെ വിവിധ സ്ഥലങ്ങളിൽ ആവർത്തിക്കുന്നു. മാത്രമല്ല, ഈ മരണപ്പെട്ട, അതായത് കുടുംബത്തിൽ ഒന്നുമില്ല, ആരും അവശേഷിക്കുന്നില്ല, ആ ഒരു കുടുംബത്തിനടക്കം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവരെ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ആരാണ് ഇനി ഇവരെ ഉൾപ്പെടുത്തിയ ലിസ്റ്റിൽ താമസിക്കുക എന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവർ പുറത്തുവിട്ട മരണക്കണക്കുകൾ എത്തരത്തിലായിരിക്കും ഇവർ ക്രോഡീകരിച്ചിട്ടുണ്ടാകുക? ഇത് തന്നെയാണോ യഥാർത്ഥ മരണക്കണക്ക് എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്ന സാഹചര്യമുണ്ട്. അതായത് മരണപ്പെട്ടത് ആരാണെന്ന് പോലും ഇവർക്കറിയില്ല. എത്ര പേർ ഈ ഇത്തരത്തിൽ ഈ മരണപ്പെട്ടവർ ഇവരെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ മരണപ്പെട്ടവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റപാകതകൾ ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വളരെ കഷ്ടമാണ്. ഇനിയും കരഞ്ഞു തീർന്നിട്ടില്ലാത്തവർക്ക് അർഹമായ പരിഗണന പുനരധിവാസ പട്ടികയിൽ പോലും കിട്ടുന്നില്ല എന്ന വാർത്ത ഞെട്ടലോടെയല്ലാതെ എങ്ങനെയാണ് നമ്മൾ കേൾക്കുക? ഈ ഉദ്യോഗസ്ഥർക്ക്, ഈ പട്ടിക തയ്യാറാക്കുന്നവർക്ക് അതിൽ പോലും കൃത്യത പുലർത്താനോ കൃത്യമായ പരിശോധന നടത്താനോ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പണിയെടുക്കുന്നത് എന്ന് പൊതുജനം ചോദിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS.